ഗുഡ് മോർണിംഗ്. ഇന്ന് ദനഹത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. പല പേരുകളിൽ പലയിടങ്ങളിലും അറിയപ്പെടുന്നുവെങ്കിലും അതിൻ്റെ അർത്ഥം ഇതാണ്: കർത്താവിൻ്റെ ആവിഷ്കാരം, പ്രത്യക്ഷപ്പെടൽ, ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: അപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം എല്ലാവരും കേൾക്കുകയും ചെയ്തു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം ഈ ലോകത്തിന് തൻ്റെ പുത്രനെ മിശിഹയാണെന്ന് പറഞ്ഞ് പ്രസാദിച്ചവൻ എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തുകയാണ്. ഇതാണ് ഈ തിരുനാളിൻ്റെ ഉൾക്കാമ്പ്. ജനതകളുടെ പ്രകാശമായിട്ട്, ലോകത്തിൻ്റെ മുഴുവനും വെളിച്ചമായിട്ട് ഈശോയെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. എപ്പിഫനി എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ അർത്ഥം വരിക. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതിനാണ് എപ്പിഫനി എന്ന് പറയുക. ഗ്രീക്ക് വാക്കാണ് അതിൻ്റെ ഒറിജിൻ. അപ്പം നമ്മൾ ഈ ദനഹത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാൻ, ദൈവത്തിന് പ്രസാദിച്ച വ്യക്തിയായിട്ട് തീരുക, ദൈവത്തിൻ്റെ മകനോ മകളോ ആയിട്ട് മാറുക, ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ അംശം നമ്മൾ എന്തുമാത്രം ഉണ്ട് എന്നതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ദൈവപുത്രരായിട്ട് തീരുക. ഈശോയോട് പിതാവ് സ്വർഗം തുറന്ന് പറഞ്ഞു, നമുക്കൊക്കെ കേൾക്കത്തക്ക വിധത്തിൽ അന്ന് അരുളി ചെയ്തു: ഇവൻ എനിക്ക് പ്രസാദിച്ചവൻ, ഇവന് ഞാൻ പൂർണ്ണമായിട്ട് പ്രീതിയുള്ളവനാണ്. അപ്പം നമ്മളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലും നമ്മൾ കേൾക്കേണ്ട ഒരു പ്രഖ്യാപനമാണ്. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല, ദൈവം എന്നോട് എന്ത്, എങ്ങനെ, എപ്പോൾ പറയുന്നു. അപ്പോൾ ദൈവത്തിന് പ്രസാദിച്ച വ്യക്തിയായിട്ട് തീരുക. പ്രസാദം എന്ന് പറഞ്ഞാൽ ദൈവകൃപ എന്നും പ്രീതി എന്നും അർത്ഥമുണ്ട്. ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് ദൈവത്തിന് പ്രസാദിച്ച വ്യക്തി. എപ്പോഴും ദൈവകൃപയിൽ നിറയുക, പരിശുദ്ധ അമ്മയെപ്പോലെ, അതുപോലെ തന്നെ പല വിശുദ്ധരെയും പോലെ. രണ്ടാമത്തേത് ദൈവത്തിന് പ്രീതിയുള്ളവർ, ദൈവത്തിന് മതിപ്പുള്ള, ദൈവത്തിന് കരുതലുള്ള, പ്രണയമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറുക. ദൈവം അനുഗ്രഹിക്കട്ടെ.